ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. എന്താ വെളിപ്പെടുത്തൽ? ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന നരവൻ, ആ നരവന്റെ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോവാണ്. ആ നരവനയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതിരോധ മന്ത്രിയെ വിളിച്ചു, ഞാൻ വിദേശകാര്യ മന്ത്രിയെ വിളിച്ചു, ഞാൻ ജനറലിനെ വിളിച്ചു, ഒരാളും ഉത്തരം തന്നില്ല. ഞാൻ പറഞ്ഞു, ചൈന അവിടെ അടുത്തെത്തി, 1 കിലോമീറ്റർ വ്യത്യാസത്തിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നു, ഇന്ത്യയുടെ അതിർത്തി കടന്ന് ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന്, ചൈനയുടെ ടാങ്കറുകൾ വരുന്നു എന്ന് ഞാൻ പ്രതിരോധ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഒരക്ഷരം മറുപടിയില്ല. വിദേശകാര്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, ഒരക്ഷരം മറുപടിയില്ല. ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് മറുപടി ലഭിച്ചത് എന്ന് ഈ രാജ്യത്തിന്റെ കരസേന മേധാവി പറയുന്ന ഒരു കാലാണ്. ഇവരാണ് വലിയ ദേശാഭിമാനം പറയുന്നവർ, ഇവരാണ് വലിയ രാജ്യസ്നേഹം പറയുന്നവർ. ഈ കപട രാജ്യസ്നേഹത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് സംഘപരിവാരങ്ങളെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ മാറ്റാൻ പോവാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല, അഹമ്മദ് സാഹിബ് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലത്ത്, ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന കാലത്ത് രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിലേക്ക് പണം ലഭിച്ചൊരു പദ്ധതി, നാട്ടിലെ സ്ത്രീകളുടെ കയ്യിലേക്ക് പണം ലഭിച്ചൊരു പദ്ധതി. രാജ്യത്തെ ആസാമിലെ തേയിലം തൊഴിലാളികൾ, ജാർഖണ്ഡിലെ കൽക്കരിക്കരയിലെ തൊഴിലാളികൾ, അവർക്ക് ഒരു ദിവസത്തെ വേതനം എത്രയായിരുന്നു അറിയാം? 30 രൂപ. അവരുടെ കയ്യിലേക്കാണ് 125 രൂപ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് അവരുടെ കൈകളിലേക്ക് ലഭിച്ചത്. ആസാമിലെ തോട്ടം തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾ തൊഴിലിന് വരില്ല, ഞങ്ങൾക്ക് 30 രൂപ കിട്ടിയാൽ ഞങ്ങൾ വരൂല്ല. തോട്ടം ഉടമകൾ പറഞ്ഞു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, 60 രൂപയാക്കാം. അവർ പറഞ്ഞു, പറ്റില്ല. 100 രൂപയാക്കാം, പറ്റില്ല. 125 രൂപയാണെങ്കിൽ മാത്രം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ആസാമിലെ തോട്ടം തൊഴിലാളികളുടെ കൂലി 30 രൂപയിൽ നിന്ന് 125 രൂപയായി വർദ്ധിച്ചു. ജാർഖണ്ഡിലെ കൽക്കരിക്കരികളിലെ തൊഴിലാളികളുടെ കൂലികൾ വർദ്ധിച്ചു. രാജ്യവ്യാപകമായി വലിയ മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ്. മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ മാറ്റി. മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുർത്ത് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരുടെ പിന്മുറക്കാർ ഈ രാജ്യം ഭരിക്കുമ്പോൾ ഗാന്ധിയുടെ പേര് അവർക്ക് അലർജിയാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ പേര് തന്നെ മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശൈല ടീച്ചറുടെ ഒരു വർത്തമാനം ഞാൻ കേട്ടത്. ശൈല ടീച്ചർ പറയാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് നമ്മളാണ്, CPM ആണ്. നമ്മൾ 1ാം UPA സർക്കാരിന്റെ കാലത്ത് നമ്മൾ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കണ്ടീഷൻ വെച്ചു, UPA അധികാരത്തിൽ വന്നാൽ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം. ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് സമ്മതിച്ചു. അങ്ങനെയാണ് ഈ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലായതെന്ന്. നാണവും മാനവും ഇല്ലാത്ത കൂട്ടരുടെ പേരാണ് CPIM എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ വിളിക്കുന്ന ഒരു കാലമാണ്. ഈ കായണ്ണയിൽ ഏതെങ്കിലും CPM-കാരൻ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പരസ്യമായി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണമെന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു CPM നേതാവ് ആവശ്യപ്പെട്ടതായി തെളിയിച്ചാൽ ഈ കായണ്ണയിൽ വന്ന് പരസ്യമായി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഈ നാട്ടിലെ CPM-കാരെ വെല്ലുവിളിക്കാൻ. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു പിതാവുണ്ടെങ്കിൽ ആ പിതാവ് മറ്റാരുമല്ല, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മാത്രമാണെന്ന് ഈ രാജ്യം പഠിക്കുന്ന, ഈ രാജ്യത്തെ രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു മനുഷ്യർക്ക് സാധിക്കും. ഇതുപോലെ 8കാലി മമ്മൂഞ്ചിന്റെ പണിയല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഈ നാട്ടിൽ നടപ്പിലാക്കി ഒരു പദ്ധതി നിങ്ങൾ പറയോ? 10 കൊല്ലമായില്ലേ നിങ്ങൾ ഈ നാട് ഭരിക്കുന്നത്? നിങ്ങൾ RSS-മായി കരാറുണ്ടാക്കിയവരല്ലേ? നിങ്ങൾ PMC കരാറിൽ ഒപ്പിട്ടവരല്ലേ? നിങ്ങളുടെ കൂട്ടുകക്ഷിയായ CPI പോലും അറിയിക്കാതെ രഹസ്യമായി ഒരു സംസ്ഥാനം ഒരു രാജ്യവുമായി കരാറുണ്ടാക്കേണ്ടത്? പോത്തു കച്ചവടം ചെയ്യുന്നത് പോലെ, ബെല്ലാരി രാജാവ് പോത്തു കച്ചവടം ചെയ്യുന്നത് പോലെ ടവലിട്ടിട്ട് കൈ അതിന്റെ അടിയിലൂടെ കൊടുത്തിട്ടാണോ ഈ കരാറുണ്ടാക്കേണ്ടത്? സ്വന്തം കക്ഷിയായ CPI പോലും അറിയിക്കാതെയാണ് നിങ്ങൾ PMC കരാറിൽ ഒപ്പിട്ടത്. ഞാൻ ചോദിക്കുന്നത്, 10 കൊല്ലം ഈ നാട് ഭരിച്ചിട്ട്, അതിന്റെ തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടി ഈ നാട് ഭരിച്ചല്ലോ.
ഉമ്മൻചാണ്ടി ഈ നാട് ഭരിച്ചപ്പോ കൊണ്ടുവന്ന കുറെ ലാൻഡ്മാർക്കുകളില്ലേ, നമ്മൾ കൊണ്ടുവന്നല്ലേ? കണ്ണൂർ എയർപോർട്ട് ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 1-2 മണിക്കൂർ അല്ലേ? ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടിലേക്കും ഏതാണ്ട് കണ്ണൂർ എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് തുല്യ ദൂരാണ്. ഈ കണ്ണൂർ എയർപോർട്ട് നമ്മൾ കൊണ്ടുവന്ന ലാൻഡ്മാർക്കല്ലേ? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ലാൻഡ്മാർക്കല്ലേ? കൊച്ചി മെട്രോ നമ്മൾ കൊണ്ടുവന്നല്ലേ? വിഴിഞ്ഞം തുറമുഖം നമ്മൾ കൊണ്ടുവന്നതല്ലേ? കേരളത്തിൽ 9 മെഡിക്കൽ കോളേജുകൾ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയടിക്ക് 9 മെഡിക്കൽ കോളേജുകൾ. ആ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടിയല്ലേ? കോളേജുകളില്ലാത്ത മണ്ഡലങ്ങൾക്ക് സർക്കാർ കോളേജുകൾ കൊടുത്ത ഗവൺമെന്റിന്റെ പേര് UDF ഗവൺമെന്റ് എന്നല്ലേ? ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് PK അബ്ദുറഹ്മാൻ എന്നല്ലേ? അതുപോലെ ഒരു ലാൻഡ്മാർക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. 10 കൊല്ലം തുടർച്ചയായി ഈ നാട് ഭരിച്ചിട്ട് ഇവരാകെ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ റോഡിന്റെ വീതി കൂട്ടാൻ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു എന്നാണ്. ആദ്യം ഒരു പറഞ്ഞത് റോഡിന് ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന്. റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇല്ല, റോഡ് ഞങ്ങളല്ല ഉണ്ടാക്കിയത്, അത് കേന്ദ്രമാണ്. അത്രയും ദിവസം റീലുണ്ടാക്കിയിട്ട് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന മരുമകനായിട്ടുള്ള റിയാസ് നാട് നീളെ റീലുമായി ഓടി നടന്നിട്ട് ഇത് ഞങ്ങളുടെ റോഡാണ് എന്ന് പറഞ്ഞ് വീമ്പിളക്കി. അവസാനം റോഡ് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോൾ പറഞ്ഞു ഏയ് റോഡ് ഞങ്ങളല്ല, അത് കേന്ദ്രമാണ്, ഞങ്ങൾ സ്ഥലമേറ്റെടുത്ത് കൊടുത്തതാണ്. ഉമ്മൻചാണ്ടിക്ക് 5 കൊല്ലം ഈ നാട് ഭരിച്ചിട്ട് സ്ഥലമേറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തത് ഞങ്ങൾ ഏറ്റെടുത്ത് കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, എങ്ങനെയാണ് നിങ്ങൾ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത്? ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് സ്ഥലമേറ്റെടുത്ത് കൊടുത്തിട്ടില്ല. എന്താ അതിന്റെ കാരണം? ഈ നാട്ടിലെ സാധാരണക്കാരൻ അവന്റെ ഭൂമിക്ക് ചോദിക്കുന്ന വില കൊടുക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് 2014 UPA രാജ്യം ഭരിക്കുമ്പോ, കോൺഗ്രസും ലീഗും ഈ രാജ്യം ഭരിക്കുമ്പോ, അന്ന് CPM-കാരാ നിങ്ങളില്ല. നിങ്ങളെ പിന്തുണയില്ലാതെയാണ് അന്ന് ഞങ്ങൾ രാജ്യം ഭരിക്കുന്നത്. ഞങ്ങളന്ന് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു, ഭൂമി ഏറ്റെടുക്കൽ നിയമം. ആ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് പൊന്നും വില കൊടുത്ത് ഈ നാട്ടിലെ ഭൂമി ഏറ്റെടുക്കാമെന്ന നിയമ ഭേദഗതി രാജ്യത്ത് കൊണ്ടുവന്നു. 2016 അത് നിയമമായത്. അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി, അതിന്റെ ആനുകൂല്യം കിട്ടിയത് പിണറായി വിജയന്. 2014 UPA ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ഉയർന്ന വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ പിണറായി സർക്കാരിന് സാധിച്ചു എന്നല്ലാതെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ നിങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾ പറയോ? നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു നവകേരള യാത്ര നടത്തിയില്ലേ? ആ നവകേരള യാത്രയുടെ ഭാഗമായി ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടിയ ഒരു ആനുകൂല്യം പറയോ? കുറെ ആൾക്കാരെ ഹെൽമറ്റ് കൊണ്ട് തല അടിച്ച് പൊട്ടിച്ചു, അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലാതെ AK ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ആ ബസ്സില്ലേ, ആ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ അത് കാണാൻ പോലും ആളുകൾ കടന്നു വരുമെന്ന് AK ബാലൻ പ്രഖ്യാപിച്ചുവെങ്കിൽ ഈ നാട്ടിലെ സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ആ ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ഇന്ന് കാണാൻ ആളില്ലാത്ത വിധം കട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ഗതികേടാണ് പിണറായി വിജയൻ നവകേരള ബസ്സിനുള്ളത്. നിങ്ങൾ നവകേരള സദസ്സ് നടത്തിയിട്ട് ഗുണമുണ്ടായില്ല. നിങ്ങൾ ഓരോ വകുപ്പെടുത്ത് പരിശോധിക്കും. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നല്ല, കേരളത്തിൽ തല ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട കാര്യങ്ങൾ എത്രമാത്രം വേദനയുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ 35 വയസ്സേ ഉള്ളൂ, ഭാര്യയുടെ കൂടെ ശ്വാസം മുട്ടിയിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. രാത്രിയിൽ ചെന്ന് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വാതിൽ തുറന്നില്ല ആദ്യം. അവസാനം ആ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, ഞാൻ മരിച്ചുപോയാൽ ആ മക്കൾ പട്ടിണിയായി പോകും. അവസാനം ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോ പറഞ്ഞു ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം വേണം, ഓക്സിജൻ വേണം. ഡോക്ടർ ഓക്സിജൻ കൊടുക്കാൻ തയ്യാറായില്ല. ആ മനുഷ്യൻ അവസാനം ഒരു ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ പിടഞ്ഞു വീണ് മരിച്ചുപോയി. നമ്മുടെ നാട്ടിൽ നടന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. പാലക്കാട്ട് 9 വയസ്സുള്ള വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു, കൈയിന്റെ എല്ല് പൊട്ടി. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. സർക്കാർ ആശുപത്രിയിൽ പോയാലേ അവർക്ക് ചികിത്സിക്കാനുള്ള വകയുള്ളൂ. ചികിത്സിക്കാൻ പോയി. ഡോക്ടർ എന്ത് ചെയ്തു? ഇവിടം വരെ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ട് പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. കരഞ്ഞ് തളർന്നപ്പോ ആ കുട്ടിയെയും എടുത്ത് അമ്മ ആശുപത്രിയിൽ ചെന്നു. ഉടനെ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോ? അമ്മ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എവിടുന്നാ 1.5 ലക്ഷം ഉറുപ്പ്യ? ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരാണ്, ഇന്ന് ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടിയും എടുത്ത് വന്നതുകൊണ്ട് വീട്ടിൽ പട്ടിണിയാണ്, ഞങ്ങൾ എന്തു ചെയ്യും? 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രി പോയിക്കോ, ഇവിടുന്ന് അതൊക്കെ പറ്റുള്ളൂ. ആ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ കാണുന്നില്ലേ? അവിടെ വേദന മാറ്റണ്ടേ? വേദനക്കുള്ള ഗുളികയും കൊടുത്ത് പറഞ്ഞയച്ചു. വീണ്ടും 5 ദിവസം ആ കുട്ടി കരച്ചിലോട് കരച്ചിൽ. അവസാനം ബോധം പോകുന്നു എന്ന ഘട്ടം വന്നപ്പോ ആ കുഞ്ഞിനെയും എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. ഡോക്ടർമാര് പ്ലാസ്റ്റർ വെട്ടി. ആ അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോ അമ്മ എന്നോട് പറഞ്ഞതാണ്,
ഒരു തരം രൂക്ഷമായ ദുർഗന്ധം പുറത്തേക്ക് വന്നിട്ട് ഞാൻ നൊന്തു പ്രസവിച്ച അമ്മയാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ പോലും അറിയാതെ എൻ്റെ മൂക്ക് കുത്തിപ്പോയി. നിങ്ങൾ അറിയണം, ആ കുട്ടിയുടെ വലത് കൈ അവസാനം മുറിച്ചു മാറ്റി. എന്താ കാര്യം എന്നറിയോ? കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ട് എല്ല് പുറത്തേക്ക് വന്നു. അവിടെ മുറിവിനുള്ള മരുന്ന് വെക്കാതെ ഒരു പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞയച്ചതാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ചികിത്സ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ആ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയിട്ട് ആ അമ്മ പറഞ്ഞു, എനിക്കൊരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അവസാനം ആ കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായ നേതാവിന്റെ പേര് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ആ കുട്ടിക്ക് കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ കൈ ഫിറ്റ് ചെയ്ത് തരാം. പ്രതിപക്ഷ നേതാവ് കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നോ? അപ്പോഴായിരുന്നു അവർക്ക് ഈ തോന്നൽ വേണ്ടിയിരുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ അർച്ചന എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരി, സീറോടെ പറഞ്ഞോ, അർച്ചനയെ കുറിച്ച് പറഞ്ഞില്ലേ? എത്ര ദിവസമായി അവർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ആരോഗ്യ മേഖലയെ മുച്ചൂടും നശിപ്പിച്ച ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ഈ നാടൊട്ടാകെ പറയുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ആരോഗ്യ മേഖലയെ പൂർണ്ണമായി തകർത്ത് തരിപ്പണാക്കി. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ശിവൻകുട്ടി. ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടിക്ക് കേരളത്തിന് നൽകിയ സംഭാവന എന്താ? ടേബിൾ ടോപ്പ് ഡാൻസ് ആണ് അയാൾ കേരളത്തിൽ നൽകിയിട്ടുള്ള ആകെയുള്ള സംഭാവന. നമ്മൾ ടേബിൾ ടോപ്പ് എയർപോർട്ടിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടൊക്കെ ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. മൂപ്പര് നൽകിയത് ടേബിൾ ടോപ്പ് ഡാൻസ് ആണ്. കേരളത്തിന് സമ്മാനിച്ചതാണ്. കേരളത്തിലെ വ്യവസായ മന്ത്രിയുണ്ട്. ആ വ്യവസായ മന്ത്രി മമ്മൂട്ടിയെ, കേരളത്തിലെ സൂപ്പർ സിനിമാ താരമായ മമ്മൂട്ടിയെ സാക്ഷി നിർത്തിയിട്ട് ഒരു ഗംഭീര പ്രസംഗം കഴിഞ്ഞ ആഴ്ച. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറയാണ്, കേരളത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കാനിങ് കമ്പനി. ആ സ്കാനിങ് കമ്പനി ഒന്ന് GE ആണ്, മറ്റൊന്ന് ഫിലിപ്സ് ആണ്. ആ GE സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നു, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു, അവിടെ നിന്ന് തലച്ചോറ് കയറ്റുന്നു, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകുന്നു. ഈ സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്നാണ്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ കൈയടിച്ചു. ഞാനും വിചാരിച്ചു, നല്ല കാര്യമല്ലേ, കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ സംഭവമല്ലേ. അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവം? ലോകത്തിലെ ഏറ്റവും വലിയ സ്കാനിങ് കമ്പനി ഒന്ന് GE അല്ല, അത് സീമെൻസ് ആണ്. GEയും ഫിലിപ്സും അല്ല, അത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ തർക്കതല്ല. GE കേരളത്തിൽ നിന്ന് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നുണ്ടോ? സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നില്ല. എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്. വിപ്രോ GE ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനിയാണ് ബാംഗ്ലൂരിൽ നിന്ന് GEയുടെ സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ നിന്ന് ആ കമ്പനി, ബാംഗ്ലൂരിലെ കമ്പനി ഉണ്ടാക്കുന്ന സ്കാനിങ് മെഷീന് കൊടുക്കാനുള്ള ഒരു സ്ക്രൂ ഉണ്ടാക്കുന്നുണ്ട്, SF എന്ന് പറയുന്ന കമ്പനി. ആ സ്ക്രൂ ഉണ്ടാക്കുന്നതിനാണ് കേരളത്തിൽ നിന്നാണ് സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നത് എന്ന് ഈ വ്യവസായ മന്ത്രി മമ്മൂട്ടിയെ പോലും ഇരുത്തിയിട്ട് തള്ളിവിടാൻ ഒരു മടിയില്ലാത്ത, ഒരു ഉളുപ്പില്ലാത്ത, ഒരു തൊലിക്കട്ടിയുള്ള വ്യവസായ മന്ത്രിയാണ് കേരളത്തിലെ വ്യവസായ മന്ത്രി P. രാജീവ്. ഞാൻ സഖാക്കളോട് ചോദിക്കുകയാണ്, 10 കൊല്ലമായിട്ട് ഈ നാട്ടിൽ തുടങ്ങി ആ സ്ക്രൂ ഉണ്ടാക്കുന്ന കമ്പനി തന്നെ വരെ തുടങ്ങിയല്ല, അതിന് മുമ്പേ ഉള്ള ഈ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ തുടങ്ങിയ ഒരു സ്ക്രൂ ഉണ്ടാക്കുന്ന കമ്പനി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വ്യവസായ മന്ത്രി P. രാജീവ് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലെയും 1ാമത്തെ പേജിൽ ഒരു പരസ്യം കൊടുത്തു. എന്താ പരസ്യം എന്നറിയോ? ഓരോ കൊല്ലവും 1 ലക്ഷം വ്യവസായ സംരംഭങ്ങളാണ് കേരളത്തിൽ ഈ സർക്കാരിന്റെ സഹായത്തിന്റെ ഫലമായി തുടങ്ങുന്നത്. ഞാൻ വിവരാവകാശ പ്രകാരം വ്യവസായ വകുപ്പിന് ഒരു ചോദ്യം ചോദിച്ചു, 1 ലക്ഷം സംരംഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാമോ? പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദിവസം വരെ കേരളത്തിലെ വ്യവസായ വകുപ്പ് മറുപടി നൽകിയിട്ടില്ല. എന്താ കാര്യം? മറുപടി നൽകാൻ കഴിയില്ല. 1 ലക്ഷം പോയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തുകളെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്താണെന്നറിയോ? ഞാൻ കുറേ പഞ്ചായത്തുകൾ ലിസ്റ്റ് എടുത്തു. കാരണം പഞ്ചായത്തുകളിലാണല്ലോ ഈ വ്യവസായ സംരംഭത്തിന്റെ ലൈസൻസ് എടുക്കുക. പരിശോധിച്ചപ്പോൾ കണ്ടെത്തി എന്താണെന്നറിയോ? 10, 20, 30 കൊല്ലമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അപേക്ഷ കൊടുക്കും. ആ അപേക്ഷയിൽ വന്ന പേരെടുത്തിട്ടാണ് വ്യവസായ മന്ത്രി 1 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞത്. ഈ 10 കൊല്ലത്തിനിടയിൽ നിങ്ങളുടെ ശ്രമഫലമായി തുടങ്ങിയ ഒരു സംരംഭമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയോ? ഞങ്ങളുടെ വെല്ലുവിളിയാണ്. കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ തുടങ്ങിയ ഒരു സർവകലാശാല, ഞങ്ങൾ തുടങ്ങിയ സർവകലാശാലയാണ് കണ്ണൂർ സർവകലാശാല, ഞങ്ങൾ തുടങ്ങിയ സർവകലാശാലയാണ് മലയാള സർവകലാശാല, ഞങ്ങൾ തുടങ്ങിയ സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാല, ഞങ്ങൾ തുടങ്ങിയ സർവകലാശാലയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി എങ്ങനെയാ തുടങ്ങിയെന്ന് അറിയാം നമുക്ക്? CH അമേരിക്കയിൽ പോയി അമേരിക്ക കണ്ട് തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വെച്ച് പത്രക്കാർ ചോദിച്ചു, പ്രിയപ്പെട്ട CH, നിങ്ങൾ അമേരിക്കയിൽ പോയി വന്നപ്പോൾ മലയാളിക്കായി കൊണ്ടുവന്ന സമ്മാനം എന്താണ്?
CH പറഞ്ഞു, ഞാൻ MIT കണ്ടു, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആ MIT മാതൃകയിൽ കേരളത്തിൽ ഞങ്ങൾ ഒരു സർവകലാശാല തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ CH തുടങ്ങിയ സർവകലാശാലയുടെ പേരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മളെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ ഫിൻലാൻഡിൽ പോയി തിരിച്ചു വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, പ്രിയപ്പെട്ട ശിവൻകുട്ടി, നിങ്ങൾ ഫിൻലാൻഡിൽ നിന്നും എന്താണ് കൊണ്ടുവന്നത്? നിങ്ങൾ അവിടെ പോയപ്പോൾ കണ്ട പ്രത്യേകത എന്താണ്? ശിവൻകുട്ടി പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോൾ സൈക്കിളിന് പോകാൻ വേണ്ടി പ്രത്യേക ഒരു പാത, മനുഷ്യന്മാർക്ക് നടക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു പാത. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, അതൊക്കെ പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ? വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ്? ശിവൻകുട്ടി പറഞ്ഞു, ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റും. മൂപ്പർ അവിടെ പോയിട്ട് മേലോട്ട് നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഇതൊക്കെയാണ്, സൈക്കിൾ പോകുന്നു, ആൾക്കാർ നടക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ഒരു 20 ആൾക്കാർ കേരളത്തിൽ വന്നു. ശിവൻകുട്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായതെന്ന് പഠിക്കാൻ വേണ്ടി ഫിൻലാൻഡിൽ നിന്ന് 20 ആൾക്കാർ കേരളത്തിൽ വന്നു. 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ ആൾക്കാരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കസറിൽ ഇട്ട. അതുകൊണ്ടാണ് അവർ ടേബിൾ ടോപ്പ് ഡാൻസുമായി വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 10 കൊല്ലമായി ഈ നാട് ഭരിച്ചിട്ട് ഈ നാട്ടിലെ മനുഷ്യർക്ക് നിങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുത്തത്? എന്ത് നേട്ടമാണ് നിങ്ങൾ കൊടുത്തത്? ഇപ്പൊ പിൻവാതിൽ വഴി നിയമനം കിട്ടിയ കുറെ ആൾക്കാർക്ക് സ്ഥിരപ്പെടുത്തുക, പിൻവാതിൽ വഴി കുറെ സഖാക്കളെ നിയമിക്കുക. ഈ കായണ്ണയിലെ സഖാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊന്നുമല്ല, നിങ്ങളുടെ നേതാക്കന്മാരെ ബന്ധുക്കൾക്ക് ഒരു മന്ത്രിയുടെ സ്ഥാനം ഞങ്ങൾ തെറിപ്പിച്ചവരാണ് യൂത്ത് ലീഗിന്. മൂത്താപ്പന്റെ മോനെ വെച്ചപ്പോ KT ജലീലിനെ മന്ത്രി കസറിൽ നിന്നും തെറിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ ബന്ധുക്കളെ നിയമിച്ച മന്ത്രിമാർ ആരായിരുന്നാലും ശരി, അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. നിങ്ങൾ 10 കൊല്ലത്തിനിടയിൽ ആകെ ചെയ്ത് സഹീർ പറഞ്ഞ കാര്യമാണ്. 63 ഉറുപ്പ്യ ഉണ്ടായിരുന്ന ജയിൽ വേതനം നിങ്ങൾ 640 ഉറുപ്പ്യാക്കി. നമ്മളെ കുടുംബശ്രീക്കാർക്ക്, നമ്മളെ തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നില്ല അത്രയും വലിയ പൈസ. നമ്മളെ ആശാ വർക്കർമാർക്ക് കിട്ടുന്നില്ല അത്രയും വലിയ തുക. ആശാ വർക്കർമാർക്കില്ലാത്ത, നമ്മുടെ കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരന് പോലും കിട്ടാത്ത അത്ര വലിയ പൈസയാണ്. ഇത്ര 640 ഉറുപ്പ്യ. ഒരു കൊല്ലം ജയിലിൽ നിന്ന് അത്ര പൈസയായി. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു ചങ്ങാതി ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട് അതിന് സൈഡിൽ കിടന്നുറങ്ങി. രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാർ നോക്കുമ്പോൾ കഞ്ചാവ് ഉണക്കാൻ ഇട്ടുക. ഇവനെ പിടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അന്വേഷിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. 640 ഉറുപ്പ്യല്ലേ അവന് കിട്ടുന്നത്. കുറച്ച് കഞ്ചാവ് ഇട്ട് റോഡുമ്പോൾ കിടന്നുറങ്ങിയാൽ ജയിലിൽ പോകുന്ന ആരോ പറഞ്ഞു കൊടുത്താണ്. ഇതല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെയെങ്കിലും ജയിലിലെത്തിയാൽ മതി എന്ന അവസ്ഥയിൽ മനുഷ്യന്മാർ നടക്കുന്ന ഒരു നാടായിട്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഴിമതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ അവരുടെ കാര്യത്തിൽ? ഞാൻ ദീർഘിപ്പിച്ച് പ്രസംഗിക്കല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇപ്പൊ സാധാരണ പള്ളിയിൽ നിന്ന് കക്കുന്നവന് ജനം വെറുക്കൂലേ? അമ്പലത്തിന് ഭണ്ഡാരം തുറന്നാൽ നമ്മൾ വെറുക്കൂലേ? ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കക്കാൻ ഒരു മടിയുമില്ലാത്തൊരു പാർട്ടിയായി കേരളത്തിലെ CPIM മാറി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഗതികേട് എവിടെയാണ്? സാധാരണ നമ്മൾ വീടിനൊക്കെ വാതിൽ വെക്കും, എന്താണെന്നറിയോ? കള്ളന്മാർ അകത്തേക്ക് കയറാതിരിക്കാൻ. ശബരിമലയിലെ വാതിലൊക്കെ അടക്കം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPM നേതാക്കന്മാരൊക്കെ വരിയായിട്ട് ജയിലിലേക്ക്, CPMന്റെ മുൻ MLA, സെക്രട്ടേറിയറ്റ് മെമ്പർ, ഇവരൊക്കെ വരിയായിട്ട് ജയിലിൽ പോവാ. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഇത്രയും CPM നേതാക്കന്മാരെ ജയിലടക്കാൻ കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായപ്പോഴേക്ക് സാധിച്ചുവെങ്കിൽ ഒരു 3 മാസം കൂടി കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നാൽ ഒരു സംശയം വേണ്ട, CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുക AKG സെന്ററിലായിരിക്കില്ല, പൂജപ്പുര ജയിലായിരിക്കും. അത് സംശയം വേണ്ട. ഈ നാട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നേതാക്കന്മാർ കക്കുമ്പോൾ കൂടെയുള്ളവരും മോശക്കാരൊന്നല്ല. KT ജലീൽ എന്താ ചെയ്തത്? നമ്മൾ മലയാള സർവകലാശാല ഉണ്ടാക്കി. മൂപ്പരെന്താ ചെയ്തത്? ആ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്തിട്ട് ആ ഭൂമി, അതും എത്ര ഉറുപ്പ്യൻ്റെ, 5000 ഉറുപ്പ്യയും 10000 ഉറുപ്പ്യൻ്റെ ഒക്കെ ഭൂമി ഈ ജലീലും കൂട്ടരും ഏറ്റെടുത്തിട്ട് സർക്കാരിന് എത്രക്കാ കൊടുത്തെന്നറിയോ? ഒരു സെന്റിന് 1,63,000 ഉറുപ്പ്യ. ഏതാണ്ട് 15 കോടി രൂപയുടെ കൃത്യമായ അഴിമതി. ഞാൻ ആ സ്ഥലം വിറ്റ എല്ലാ ആൾക്കാരെയും പോയി കണ്ടു. കുറേ പാവപ്പെട്ട നമ്പൂതിരിമാർ 2000 ഉറുപ്പ്യ, 5000 ഉറുപ്പ്യ, 10000 ഉറുപ്പ്യ കൊടുത്താണ് ഈ ജലീലിന്. V അബ്ദുറഹ്മാന്റെ സഹോദരന്മാർക്ക്, CPMന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ, അയാളെ സഹോദരന്മാർ, അവരെ മക്കള്, അവർക്ക് 5000-നും 10000-നും ഒക്കെ കൊടുത്ത ഭൂമി സർക്കാരിനേക്ക് മറിച്ചു കൊടുത്ത എത്രക്കെന്നറിയോ? 1,65,000 ഉറുപ്പ്യ. ഒറ്റയടിക്ക് 15 കോടി രൂപ. എന്നാ ആ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ആ ഭൂമിയിൽ ഒരു കല്ല് വെക്കാൻ കഴിഞ്ഞോ? 10 കൊല്ലായിട്ട്
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മലയാള സർവകലാശാലയുടെ ഭൂമിയുടെ പേരിൽ അഴിമതി നടത്തിയ നേതാക്കന്മാർ അവരെത്ര വലിയ കൊമ്പന്മാരാരെയും അവരൊക്കെ അഴി എണ്ണിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്, UDF പ്രതിജ്ഞാബദ്ധമാണ്. അവർ നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്? സൈറെ, ഈ വയനാട്ടിൽ നമ്മൾ ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയിൽ വീടുണ്ടാക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞത്? കായണ്ണയിലെ സഖാക്കളെ, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഫെബ്രുവരി 28 വയനാട്ടിലേക്ക്. ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടും ഒന്ന് താരതമ്യം ചെയ്യും. എന്നിട്ട് പറയും ലീഗിന്റെ വീട് മോശമാണ് എന്ന് ഏതെങ്കിലും സഖാവ് വന്ന് പറഞ്ഞാൽ അവന് മാനസിക നിലക്ക് എന്തോ കുഴപ്പമുണ്ട്, അതിന് ചികിത്സിക്കാനുള്ള ഫണ്ട് മുസ്ലിം ലീഗ് സൗജന്യമായി നൽകാൻ തയ്യാറാണ്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് എത്ര എന്നറിയോ? 3 റൂമുള്ള വീടാ, 3 ബെഡ്റൂം. ഇവരുണ്ടാക്കി കൊടുക്കുന്ന വീട് എത്ര? 2 ബെഡ്റൂം. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര? 1100. ഇവരുണ്ടാക്കി കൊടുക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര? 910. സർക്കാരിന് എത്ര ഫണ്ടാ കിട്ടിയത്? 777 കോടി രൂപ. ലീഗിന് എത്ര ഫണ്ടാ കിട്ടിയത്? 39 കോടി രൂപ. 39 കോടി കിട്ടിയ ലീഗ് എത്ര വീടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? 105 വീട്. 777 കോടി കിട്ടിയ സർക്കാർ, അത് മാത്രമല്ല 260 കോടി കേന്ദ്രവും കൊടുത്തു. 1035 കോടി രൂപ. ഈ 1035 കോടി രൂപ ഖജനാവിലുള്ള കേരള സർക്കാർ എത്ര വീട് ഉണ്ടാക്കി കൊടുക്കുന്നത്? 315. പറയ സഖാവേ, ആരാ വീടാ നല്ലത്? ആരാ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്? നിങ്ങളെ പാർട്ടിയുടെ രക്തസാക്ഷികൾക്ക് രക്ഷ ഉണ്ടോ? ഞാൻ ഈ കായണ്ണയിലെ സഖാക്കളോട് വളരെ വിനയത്തോട് ചോദിക്കണം, എത്ര കോടിയെ പിരിച്ചത്? ഈ പയ്യന്നൂരിലെ ധനരാജൻ നിങ്ങളെന്താ ചെയ്തത്? അഴിമതി ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണങ്ങൾ പുറത്താക്കി. മധുസൂദനൻ 1,10,00,000 രൂപ വക മാറ്റിയിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഡെപ്പോസിറ്റ് ചെയ്ത മധുസൂദനൻ എന്ന് പറയുന്ന MLAക്ക് പാർട്ടിയിൽ ഉയർന്ന പദവി. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അടിച്ചു മാറ്റാൻ ഒരു മടിയില്ല നിങ്ങൾക്ക്. ഞാൻ സഖാക്കളോട് ചോദിച്ചു, ഇടുക്കിയിൽ അഭിമന്യു, മഹാരാജാസ് കോളേജിൽ അഭിമന്യു, ആ അഭിമന്യുവിന് വേണ്ടി പിരിച്ച പണം മുഴുവനും അഭിമന്യുവിന്റെ കുടുംബത്തിന് കൊടുത്തു എന്ന് തെളിയിച്ചാൽ ഞാൻ അടുത്ത വെല്ലുവിളിയാണ്. കായണ്ണങ്ങാടിയിൽ നാളെ വന്ന് പരിശീലിക്കാൻ ഞാൻ മാപ്പ് പറയാം. നാളെ കുറെ പരിപാടി ഉണ്ട്, റഹ്മാൻ സാഹിബ്, 4 മാറ്റിവെക്കാൻ തയ്യാറാണ്. പിരിച്ച പൈസ മുഴുവനും ഏതാണ്ട് 3 കോടി ചില്ലാൻ ഉറുപ്പയുണ്ട്. ആ കുടുംബത്തിന് ആകെ 60-75 ലക്ഷം ഉറുപ്പ്യ കൊടുത്തത്. ബാക്കി പൈസ നിങ്ങൾ എന്ത് ചെയ്തു സഖാക്കളെ പറയും? ആ കുടുംബത്തിന്റെ പേരിലല്ലേ നിങ്ങൾ പണം പിരിച്ചത്? ഇടുക്കിയിലെ ധീരജ്, ആ ധീരജിന്റെ പേരിൽ നിങ്ങൾ പിരിച്ച പൈസ കുടുംബത്തിന് കൊടുത്തോ? ഞാൻ വെല്ലുവിളിക്കാണ് സഖാക്കളെ, നിങ്ങൾ പരിശോധിക്കുക. ഈ സഖാക്കള് ഒരു രക്തസാക്ഷി ഉണ്ടായാലും ഇവർ പ്രസംഗിക്കും, അല്ല ഒരു മുദ്രാവാക്യം വിളിക്കും. എന്താ അറിയോ? ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിട്ടില്ല, ഇപ്പൊ മനസ്സിലായി. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഈ രക്തസാക്ഷികളുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സഖാക്കളായ ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ നാട്ടിലെ സഖാക്കള്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഇവരിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതാണ് പൈസ ഇവർ പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് അടിച്ചു മാറ്റാൻ ഒരു മടിയില്ലാത്തവർ. ഈ യുദ്ധക്കളത്തിൽ കുറെ ആൾക്കാർ മരിച്ചു വീണാൽ അവിടെ വട്ടമിട്ട് പറക്കുന്ന കഴുകനുണ്ട്. ആ കഴുകനെ പോലെ രക്തസാക്ഷികളുടെ ഫണ്ടിന് മേൽ വട്ടമിട്ട് പറക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM അതപ്പതിച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് കേരളത്തിലെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പ്രഖ്യാപിച്ചു. 14 ജില്ലാ പഞ്ചായത്തിൽ ഒന്നുകിൽ 8 ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ 7, 6 കോർപ്പറേഷനിൽ 4 കോർപ്പറേഷൻ, ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത്, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത്, ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി. അദ്ദേഹം പറഞ്ഞതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം യാഥാർത്ഥ്യമായിട്ടുണ്ട് എങ്കിൽ ഈ കായണ്ണയിലെ സഖാക്കളോട് ഞങ്ങൾ പറയുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റ് നേടി ഈ നാട്ടിൽ അധികാരത്തിൽ വരും. ഐക്യ ജനാധിപത്യ മുന്നണി 3 മാസം കഴിഞ്ഞാൽ ഈ നാട് ഭരിക്കും. അങ്ങനെ ഭരിക്കുമ്പോ UDFന്റെ മുഖ്യമന്ത്രിക്ക് കൈപൊക്കാൻ ഈ ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് UDFന്റെ MLA ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ.